കുട്ടികളുടെ കുൽസിതം അല്ലെങ്കിൽ കുട്ടി കുറുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുക്കറിൽ ബീഫ് ബാർബക്യൂ ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് പ്രിങ്ങു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം പോസ്റ്റ് ചെയ്തിട്ട് അതിൽ ഞാനും പ്രിങ്ങും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കണ്ടു കഴിഞ്ഞാൽ കുറേ ആളുകൾ എനിക്ക് കമൻ്റ് അയച്ചു. നിങ്ങൾ കുഞ്ഞിൻ്റെ അടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യണത്, അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ആങ്കറായിട്ട് കുട്ടിയുടെ അടുത്ത് ബിഹേവ് ചെയ്തത്, നിങ്ങൾ ഭയങ്കര റൂഡാണ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായത്, അതെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. റെഡി? അപ്പോൾ അതിനേക്കാളും മുന്നേയായിട്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാൻ, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടാ. പാറ്റി ബർഗർ അല്ല, എന്തിനാ നിങ്ങൾക്ക് പാറ്റി ബർഗർ വേണോ? വാട്ട്സ് റോങ് വിത്ത് ദിസ് വൺ? I don't know. You guys disappoints me, no? Huh? This is not good. Not good. Then what is your problem then? I was just asking. Yeah, I know that. You asking, if I would have give you a cake piece here, would you ask, can I have a patty? Or you pick the cake? I'm just asking a question. I want a cake. If I give you a cake, would you pick up that cake or the patty? Cake. Yeah. So that means you didn't like this, right? Yeah. I want a cake. This is the way how you guys piss me off from morning to till night. I want a cake. നിനക്ക് ഞാൻ കേക്ക് തരാം. ഞാൻ കേക്കൊക്കെ ഞാൻ കണ്ടിരുന്നോടെ കേക്ക്. I don't know how disrespected, ungrateful you guys are. നിങ്ങളെന്നൊക്കെ എവിടെ കൊണ്ടിടണമെന്നറിയോ പിങ്ങ? അപ്പോൾ ഈ വീഡിയോ നമുക്ക് ശരിക്കും എങ്ങനെ പറയേണ്ടത് വെച്ചാൽ, ഇതിൽ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാരണമാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നത്, കുട്ടിയുടെ അടുത്ത് ഡിസ്റെസ്പെക്റ്റ്. അപ്പോൾ എല്ലാ കമൻറ്റും നിങ്ങൾക്ക് അതിന് താഴെ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടാ. അപ്പോൾ ഈ കമൻറ്റിന് ഞാൻ സെഗ്രിഗേറ്റ് ചെയ്തൊന്നും പറയണില്ല. ആദ്യമേ തന്നെ പറയാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഫുഡിനോട് എൻ്റെ ഒരാൾ വന്നിട്ട് ഇവിടെ എൻ്റെ ഫുഡ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന മെജോറിറ്റി ഫുഡും തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം അവരുടെ പാലറ്റിൽ പണ്ട് ഇട്ട് കഴിച്ച സാധനങ്ങളല്ല ഈ പച്ചിറച്ചി, പച്ചമീൻ, അല്ലാച്ചെങ്കിൽ പോർക്കിന് നിർത്തി പൊരിച്ചത്, പോർക്കിൻ്റെ കുണ്ടിയും കുടലും, ഇതൊക്കെ ഒരു സാധാരണ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ ഗസ്റ്റ് വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ എന്നോട് ഇനി നുണ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ട്, കുറേ പേര് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ ഒരു മാറ്റം, ഇങ്ങനെയും നമുക്ക് കഴിക്കാം. പിന്നീട് അവർ ട്രൈ ചെയ്തിട്ടൊക്കെ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. പിന്നെ കുക്ക് ചെയ്ത ഫുഡ് കരിഞ്ഞാലോ അല്ലെങ്കിൽ അതിൽ ഉപ്പ് കൂടിയാലോ അതും എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ പലപ്പോഴും ഞാൻ സെർവ് ചെയ്തിട്ടുള്ള ഫുഡ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ദാറ്റ് ഈസ് എ ഗുഡ് ഫുഡ്. ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് കൊടുക്കുമ്പോഴും ഇപ്പോൾ പ്രിങ്ങുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല വെച്ചെങ്കിൽ അത് പ്രിങ്ങുവിൻ്റെ പാലറ്റിന് സെറ്റായിട്ടില്ല എന്നുള്ളൊരു സാധനം. അപ്പോൾ എൻ്റെ ഫുഡ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫുഡിൻ്റെ ക്രിറ്റിസിസം എടുക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. നിങ്ങൾ കണ്ടു കാണും, ഞാനൊരു കാലത്തപ്പത്തിൻ്റെ ഒക്കെ വീഡിയോ എനിക്കൊരു ഫുഡ് ഉണ്ടാക്കി തെളിയിക്കണ വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ദ മോർ പീപ്പിൾ സേ യുവർ ഫുഡ് ഇസ് നോട്ട് ഗുഡ്, ഐ ട്രൈ അഗെയിൻ. നിങ്ങളൊക്കെ ഞാൻ കണ്ടു. ഇപ്പോൾ ഇതിന് മുന്നേ പാലട പായസം, ബ്രിസ്ക്കറ്റ്, ഇതൊക്കെ ഞാൻ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ മോനെന്ന്. ഞാൻ 20 ദിവസം 30 ദിവസം സെയിം ഇൻഗ്രീഡിയൻറ്റ് ഈ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു ദിവസം 8 ലിറ്റർ പായസമൊക്കെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള, പാല് ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു ഭ്രാന്തുള്ള ഒരാളാണ് ഞാൻ, ഒരു ഫുഡിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ മകള് ഫുഡ് എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഇവിടെ ഡിസ്റെസ്പെക്റ്റ് എന്ന് ഉദ്ദേശിച്ചത്? ഈ വീട്ടിൽ ഒരു നിയമമുണ്ട്, ദർ ഇസ് എ റൂൾ ഇൻ ദിസ് ഹൗസ്. എന്താണ് ആ റൂള്? ആ റൂള് എന്ന് പറയുന്നത്, ഒരു ഫുഡ് ഇവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഡോണ്ട് ഗെറ്റ് എനി അതർ ചോയ്സ്. നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല ഈ വീട്ടിൽ. നിങ്ങൾക്ക് വേറെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അതായത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് പല ഒപ്പീനിയൻസും പല ഓപ്ഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ കുറേ പേര് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണല്ലോ കുട്ടിക്ക് എന്നുള്ളത്. കുട്ടിക്ക് ഈ വീട്ടിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഒറ്റ റൈറ്റേ ഉള്ളൂ, 3 നേരം ഭക്ഷണം കിട്ടുക എന്നുള്ള റൈറ്റ്. അതല്ലാതെ കുട്ടിയുടെ ചോയ്സിനനുസരിച്ചിട്ട് അവൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഈ പുൾഡ് ബീഫ് ബർഗർ ഇഷ്ടമല്ലാത്ത പക്ഷം അവൾക്ക് വീട്ടിൽ നിന്ന് വേറെ ബർഗർ പാറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഈ വീട്ടിലില്ല. അത് ഈ 9ാമത്തെ വയസ്സിൽ പ്രിങ്ങുവിന് ഉണ്ടായതല്ല. പ്രിങ്ങു ജനിച്ച് പ്രിങ്ങു എന്നാണോ മെയിൻ മീല് കഴിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യമാണ്. ഈ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യമായിട്ട് പോലും 9 വയസ്സായ കുട്ടി ഇന്നും എന്ത് ചോദിക്കും? ഈ മാറ്റി ചോദിക്കും. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലും
നിങ്ങളുടെ സമൂഹത്തിലും കണ്ടിട്ടുണ്ടായിരിക്കും. കിഡ്സ് ആർ വെരി പിക്കി ആൻഡ് ചൂസി. ന്യൂസിലാൻഡിൽ അങ്ങനെ ഒരു വേർഡ് പറയും. ഇത് ഞാൻ പഠിച്ചത് തന്നെ ന്യൂസിലാൻഡ് കൾച്ചറിൽ നിന്നാണ്. കിഡ്സ് ആർ വെരി പിക്കി, ഐ ഡോണ്ട് വോണ്ട് ദിസ്. എൻ്റെ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഉപ്മാവും കടലയും ഉണ്ടാക്കുമ്പോൾ അവർ ദോശ ചോദിക്കും. ദോശ കഴിക്കാത്ത കുട്ടിക്ക് ജാമും ബിസ്ക്കറ്റും ബ്രെഡും കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറയും എനിക്കിതൊന്നും പാടില്ല, എനിക്ക് വേണ്ടത് വേറെ ഒന്നാണെന്ന്. അച്ഛനും അമ്മയും രാവിലെ പോണ സമയത്ത് വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികൾക്കും ഡിഫറൻസ് ചോയ്സസ് കൊടുക്കുന്ന അച്ഛനമ്മമാരാണ്. ഇഫ് യു ആർ ഫീലിംഗ് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് ഇൻ ദിസ് ഹൗസ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ ഫോർ അസ്. നമുക്കത് ഒട്ടും കംഫർട്ടബിളുള്ള കാര്യമില്ല. എന്ന് മാത്രമല്ല, കുട്ടിയെ അനാവശ്യമായിട്ടുള്ളൊരു ശീലം പഠിപ്പിക്കുകയാണ്. നിങ്ങളെ പോലീസ് പിടിക്കുമോ? ഒരു പോലീസും നമ്മളെന്നെ പിടിക്കില്ല. ഇവിടുത്തെ നിയമപ്രകാരം എന്താണ്? നമ്മൾ അവരുടെ റൈറ്റ് പ്രകാരം 3 നേരം ഭക്ഷണം കൊടുത്താൽ മതി. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തിയാൽ മതി. ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്, അത്ര ചെയ്താൽ പോരെ. അത്ര തന്നെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത് എന്തെന്ന്, യു ആർ ഡിസ്റെസ്പെക്റ്റിംഗ്. യു ആർ നോട്ട് ഡിസ്റെസ്പെക്റ്റിംഗ് ഡാഡ്, യു ആർ ആക്ച്വലി ഫുഡിനെയാണ് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓഫർ ചെയ്ത ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പിള്ളേരുടെ ഇതിനനുസരിച്ചിട്ട് ഓടി നടക്കുകയാണ്. ആ ഓടി നടത്തം ഈ വീട്ടിലില്ല. അതുകൊണ്ടാണ് കുട്ടി വന്ന വശം തന്നെ ചോദിച്ചത് എന്തെന്ന്, എനിക്ക് മറ്റേ പാറ്റിയുള്ള ബർഗർ തരുമെന്ന്. എന്നിട്ട് എന്തുണ്ടായി? പുള്ളിക്കാരി ആക്ച്വലി മറ്റേ ഈ കൊടുത്ത ബർഗർ മുഴുവൻ നിന്നു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം 5-ന് പുള്ളിക്കാരി അത് ചോദിച്ചിട്ടാണ് കൊണ്ടുപോയത്. നിങ്ങളിതിൽ ശ്രദ്ധിച്ച് കാണും. അവൾക്ക് വളരെ ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് 9 വയസ്സിൽ ഇതൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. നാളെ ഈ കുഞ്ഞ് ഇതിങ്ങനെ പറയില്ല, നിങ്ങളിങ്ങനെ എന്താ പറയുക പബ്ലിക്കിൽ വന്ന് പറയണ കാരണം അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ കാരണം എന്നാണ് പറയണത്. അതെങ്ങനെയാണ്? നിങ്ങളെന്താ വിചാരിച്ചേ? അവൾ 9ാമത്തെ വയസ്സിൽ 9 വയസ്സുള്ളപ്പോൾ വയറിൽ നിന്ന് പുറത്തേക്ക് വന്നാണോ? അല്ലല്ലോ. ഈ കുട്ടി 3 വയസ്സ് മുതൽ 9 വയസ്സ് വരെ ഇതേ സിമിലർ പാറ്റേൺ കണ്ടു വന്ന കുട്ടിയാണ്. 9ാമത്തെ വയസ്സിലും ആ കൊച്ച് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നാളെ 10ാമത്തെ വയസ്സിലും ചോദിക്കും. കാരണം ഇവിടെ അവൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം അവൾ ചോദിക്കുകയും ചെയ്യും. എന്തും ഇന്നൊരു 9 വയസ്സിലുള്ള കുട്ടികൾ, ശരാശരി കുട്ടികളൊക്കെ, ശരാശരി എന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ കുഴപ്പമാണെന്നല്ല, വളർന്നു വന്ന സാഹചര്യത്തിൽ പ്രിമു ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. വളരെ ഓപ്പൺ ആയിട്ട് സ്കൂളിൽ നിന്ന് വന്ന് ചോദിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പീരിയഡ്സ്, സെക്സ്വൽ ലൈഫ് എല്ലാം. അവൾക്ക് അതിന് കൃത്യമായ മറുപടി ഈ വീട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഈ വീട്ടിൽ ഒരുപാട് ചോയ്സ് ഇല്ല. എന്താണോ അച്ഛനും അമ്മയും ഫുഡാക്കിയിട്ട് ഇവിടെ ഒരു ടേബിളിൽ സെർവ് ചെയ്യണമെങ്കിൽ യു ഈറ്റ് ദാറ്റ് ഫുഡ്. ന്യൂസിലാൻഡിൽ നിന്ന് പഠിച്ചാണ്. ന്യൂസിലാൻഡിൽ നിങ്ങൾ രാവിലെ, ഞാൻ ജോലിക്കൊക്കെ പോകുന്ന സ്ഥലത്താണ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. ദേ സെർവ് ഓൺലി 1 ബ്രേക്ക്ഫാസ്റ്റ്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ല എന്ന് തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കും. ദെൻ യു കം ഫോർ യുവർ ലഞ്ച് ടൈം. സോ യു ഗെറ്റ് ഓൺലി 1 ചോയ്സ്, ഈതർ യു ഈറ്റ് ദാറ്റ് ഫുഡ് ഓർ നോട്ട് ടു ഈറ്റ് ദാറ്റ് ഫുഡ്. വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ തന്നെ എന്താണ് ഉണ്ടാവണേ? അവരതെല്ലാം കഴിക്കാൻ പഠിക്കും. ഞാൻ റീസെൻ്റ്ലി ഒരു കുട്ടീനെ കണ്ടു. ഇതുപോലത്തെ ഒരുപാട് കുട്ടീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അച്ഛനമ്മമാർ രാവിലെ എണീറ്റിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പിന്നാലെ നടക്കുക. എങ്ങനെയാണ് നടക്കണേന്നറിയോ? ഈ കുട്ടി വന്നു, അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ വേറെ ഫുഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വേറെ ഫുഡാണ്. കുട്ടി ഇതൊന്നും കഴിക്കില്ല. കുട്ടി ഇത് കഴിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട TV ചാനൽ പ്രോഗ്രാമുകളെല്ലാം കൊണ്ടുവച്ച് അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി അറിയാതെ കുട്ടിയുടെ വായയിലേക്ക് ഈ ഭക്ഷണം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടി ഇങ്ങനെ മതി മറന്നത് കഴിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ കുട്ടി അവിടെ നിന്ന് എണീറ്റ് പോകും. ചില സമയത്ത് കുട്ടി 2ാമത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് തിരിച്ചു വരും. അതല്ല വെച്ചെങ്കിൽ അമ്മയോ അച്ഛനോ പിന്നാലെ, അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിയോ പിന്നാലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കും. ഈ റൗണ്ട് അടിച്ച് നടക്കണ കുട്ടിയെ ഫീഡ് ചെയ്യിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ പറയും കുട്ടിക്ക് ഇത് വേണ്ട എന്ന് പറയും. ഈ വേണ്ട എന്ന് പറഞ്ഞ കുട്ടി ഫുള്ളി ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും ഫുള്ളി സേഷ്യേറ്റ് ആവാത്തത് കൊണ്ടും രാവിലെ 8 മണിക്ക് 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്കും മിഠായിയോ ചിപ്സോ അല്ലെങ്കിൽ സ്നാക്സോ ചോദിച്ചിട്ട് വരും. കാരണം എന്താണ്? ഷീ ഓർ ഹി ഈസ് നോട്ട് ഫുൾ ഫ്രം ദ മോർണിംഗ്. ഈ ചിപ്സും സാധനങ്ങളും എന്ത് ചെയ്യും? 10:30 ആകുമ്പോൾ പ്രൊവൈഡ് ചെയ്യും. 10:30 ആകുമ്പോൾ പ്രൊവൈഡ് ചെയ്ത കുട്ടി പ്രോപ്പറായിട്ട് ലഞ്ച് കഴിക്കുമോ? ലഞ്ച് കഴിക്കില്ല. എങ്ങനെ ലഞ്ച് കഴിക്കണേ? ഷീ ഈസ് ലിറ്റിൽ ബിറ്റ് ഫുൾ ഫ്രം ദ ചിപ്സ് ആൻഡ് സ്റ്റഫ്സ്. ഈ ജങ്ക് അടിച്ച് കയറ്റിയ കുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടാകുമ്പോൾ വീണ്ടും അച്ഛനും അമ്മ എന്ത് ചെയ്യും? TV ഓൺ ആക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉരുളയാക്കി കുത്തിക്കയറ്റും. അത് കുട്ടി കഴിക്കാണ്ടാകുമ്പോൾ 3 മണിക്ക് കുട്ടി വീണ്ടും സ്നാക്ക് ചോദിച്ചിട്ട് വരും. കരയണ്ട, കുട്ടീനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഉരുട്ടി ഫുഡ് കൊടുക്കും.
നമ്മൾ ഈ ഒരു കാഴ്ചയ്ക്ക് പകരം ന്യൂസിലാൻഡിൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം ഫസ്റ്റ് ഫീഡ് എടുക്കുന്ന ഒരു കുഞ്ഞ് ഒരു ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് 6-ാം മാസത്തിൽ സ്പൂണിൽ നിന്ന് ഫുഡ് ഇങ്ങനെ കഴിക്കണ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർ ഈസ് നോ ചോയ്സ് ആൻഡ് വെരി ഇൻഡിപെൻഡൻറ്റ്. ഒറ്റയ്ക്ക് ഇരുന്ന് എന്തിനാ അങ്ങനെ 6 മാസമായ കൊച്ച് എങ്ങനെയാണെന്നുള്ളത് ഒരു കോമൺ മാനിന് മനസ്സിലാവില്ലേ? മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, അവർ കറക്റ്റ് വായിലേക്ക് കൊടുക്കില്ല. ചിലപ്പോൾ മൂക്കിലും കണ്ണിലൊക്കെ ആവും. പ്രിങ്ങു സ്കൂളിൽ പോയ സമയത്ത്, അതായത് 7-8 മാസത്തിലാണ് പ്രിങ്ങു ചൈൽഡ് കെയറിൽ പോയി തുടങ്ങുന്നത്. അവിടെയും ഫുഡ് സെർവ് ചെയ്യുന്നത് ടേബിളിലാണ്. ആ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ അതും ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ്. കുട്ടികൾ ഇങ്ങനെ ഓൾറെഡി നടക്കണ കാര്യം. ഇത് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞെന്താ പറയുക, നീ ഇതിനേക്കാളും വേസ്റ്റ് ആയിരുന്നു. എനിക്കറിയാം ഞാൻ ഇതിനേക്കാളും വേസ്റ്റ് ആയിരുന്നു. എത്ര വയസ്സ് വരെ? 21 വയസ്സ് വരെ. ഇന്നും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരിക. ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് അമ്മ എനിക്ക് പാത്രത്തിൽ വിളമ്പി തന്നിട്ട് ഞാൻ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ചോറും മീൻ വറുത്തതും ഇങ്ങനെ കൊണ്ടുവന്ന് തരും. എന്നിട്ട് പറയും, മൊരിഞ്ഞ ചാളയെ ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അപ്പന് കുറച്ച് മൊരിഞ്ഞത് കുറവ്, അപ്പം എനിക്ക് മൊരിഞ്ഞത് കൊണ്ടുവന്ന് തരും, പാത്രത്തോടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ പാത്രത്തിൽ ചോറ് വിളമ്പുമ്പോൾ അമ്മ വെള്ളം കൊണ്ടുവന്ന് തരും. ഒരു കുടത്തിൽ കൊണ്ടുവരും, പിന്നെ ഒരു ഗ്ലാസ് കൊണ്ടുവയ്ക്കും. പിന്നീട് ഇത് അമ്മയ്ക്ക് 2 മണിയായപ്പോൾ ഞാൻ പറഞ്ഞ, അമ്മ നിങ്ങൾ വലിയൊരു കപ്പിൽ കൊണ്ടുവന്നു, അപ്പോൾ ഈ 2 പണി എടുക്കണ്ടല്ലോ എന്ന്. ഊണ് കഴിയുമ്പോൾ അമ്മ ഈ ചോറ് കൊണ്ടുവന്ന കലവും ഈ സാധനമൊക്കെ തിരിച്ചു കൊണ്ടുപോകും. ബാക്കിയുള്ള പാത്രമാണ് ഞാൻ കൊണ്ടുപോവുക. അപ്പോൾ അമ്മോട് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതിനുള്ള കുറവിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞ്. അല്ലേ, നമ്മളതിനെ ക്രിപ്പിളാക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് നമ്മളതിനെ ചെറുപ്പത്തിലെ എല്ലാ കാര്യത്തിനും സഹായിക്കുക. എന്തിനാണെന്നറിയോ? സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളതിനെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. നമ്മൾ പഠിക്കണ്ടേ? ജീവിതം എന്താണെന്ന് പഠിക്കേണ്ടേ സ്കൂളിലേക്ക് പോണേ? ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ജീവിതമാണ്, ലൈഫ്. യു നീഡ് ടു ലേൺ ലൈഫ് ഫ്രം ഹോം. വീട്ടിൽ നിന്ന് ജീവിതം പഠിക്കാണ്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് കുട്ടികൾക്ക് കൂടുതൽ ട്രോമ ഉണ്ടാവുന്നത്. ദേ ഡോണ്ട് നോ ലൈഫ് സ്കിൽസ് ഇല്ല കുട്ടികൾക്ക്. ഒരു ആശാരി ഉണ്ടെച്ചെങ്കിൽ പണ്ട് ആശാരി പണി പഠിപ്പിച്ചു കൊടുക്കും, എന്നിട്ട് സ്കൂളിലേക്കും പറഞ്ഞേക്കും. ഇന്നിപ്പോൾ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചില്ല. ടാക്സി ഡ്രൈവറായിട്ടുള്ള ഒരാൾ ടാക്സി ഓടിക്കാൻ പഠിപ്പിക്കണം, എൻ്റെ അപ്പൻ അത് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. IT ജോലിയായിട്ടുള്ള അച്ഛനും അമ്മയും IT പണി മകനെയും മകളെയും പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവർ വലുതായിട്ട് വരുമ്പോഴേക്കും ആ പണി അവർക്ക് പഠിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, വീട്ടിൽ നടക്കുന്ന സകലമാന പണി ഒരു കുട്ടി വലുതായിട്ട് വരുമ്പോൾ ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സംഗതിയാണ്. അല്ലേ, പ്രിങ്ങുവിനെ ഇവിടെ അയൺ ചെയ്ത് രാവിലെ ഇട്ടിട്ടാണ് പ്രിങ്ങു സ്കൂളിൽ പോവുക. എന്നിട്ട് പോയാൽ മതി. സ്കൂളിൽ പോയിട്ട് പഠിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സ്കൂളിൽ പോയിക്കോ, പഠിക്കാണ്ടിരിക്കാൻ അങ്ങടെ ഇഷ്ടം, വേണമെങ്കിൽ പഠിച്ചാൽ മതി. പക്ഷേ വീട്ടിൽ ഷർട്ട് അയൺ ചെയ്യുന്നത് അവൾ പഠിക്കണം, പാൻറ് അയൺ ചെയ്യുന്നത് അവൾ പഠിക്കണം. ബിക്കോസ് ഇറ്റ്സ് എ ലൈഫ് സ്കിൽ. ഷീ നീഡ് ടു കുക്ക് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് എവറി സിംഗിൾ ഡേ വിച്ച് ഈസ് എഗ്. അവൾ കുക്ക് ചെയ്തിട്ടാണ് പോണത്. പഠിക്കണം. ചോയ്സ് ഉണ്ടോ അവിടെ ചോയ്സ് ഉണ്ടോ? എന്ത് ചോയ്സാണ് കൊടുക്കണേ? നിങ്ങൾ കുക്ക് ചെയ്യാണ്ട് എന്ത് ചോയ്സാണ് ഉള്ളത്? ഒരു ചോയ്സും ഇല്ല, ഒറ്റ ചോയ്സേ ഉള്ളൂ. ഷർട്ട് അയൺ ചെയ്യണ ഒറ്റ ചോയ്സേ ഉള്ളൂ, നിങ്ങൾ തേച്ചേ മതിയാകൂ. വീട് ക്ലീൻ ചെയ്യണം, നിങ്ങൾ ക്ലീൻ ചെയ്തേ മതിയാകൂ. ഷോപ്പിംഗ് ചെയ്യണം, ഷോപ്പിംഗ് ചെയ്തേ മതിയാകൂ. ദർ ഈസ് നോ അതർ ചോയ്സ്. അല്ലാതെ പൈസ ഉണ്ടാക്കിയിട്ട് സ്വിഗ്ഗിയിലേക്ക് അയക്കണം. പൈസ ഉണ്ടാക്കണമെങ്കിലും പണിയെടുക്കണം. ദേ ഷുഡ് ലേൺ ദാറ്റ് ദ ബേസിക്സ്. അച്ഛനും അമ്മയും എങ്ങനെയാണ് പണിയെടുത്ത് വീട്ടിലേക്ക് അരിയും ചോറും കൊണ്ടുവന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം പ്ലേറ്റിൽ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരുമ്പോൾ വളരെ നിസ്സാരമായി നിങ്ങളുടെ കൺമുന്നിൽ നിന്നും അത് തള്ളി മാറ്റുന്നത് ഡിസ്റെസ്പെക്റ്റ് തന്നെയാണ്. മേ ബി യു ഗൈസ് ആർ ഡിഫറെൻറ്റ് ദാൻ ഹൗ വി ട്രീറ്റ് നമ്മുടെ കുഞ്ഞിനെ എന്നുള്ളതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതിന് നമുക്ക് ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. ഈച്ച് പാരൻറ്റിങ് ഈസ് ഡിഫറെൻറ്റ്. ദിസ് ഈസ് ദ വേ ഹൗ ഞാനും ഗോൾഡിയും ഇവിടെ നമ്മുടെ കുഞ്ഞിനെ ഡീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിക്കാണാം എന്ത്, നമ്മൾ ഇവരുടെ അടുത്ത് അല്ല, ഇതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് നിങ്ങൾ ഈ പബ്ലിക്കലി ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായി കഴിയുമ്പോൾ ഇവർക്കൊരു ട്രോമ ഉണ്ടാവും എന്നാണ്. മേ ബി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികളോട് വളരെ പൊളൈറ്റായിട്ട് ശാന്തനായിട്ട് അങ്ങനെ ഇങ്ങനെ റൂഡാകാതെ ആങ്കർ അല്ലാണ്ട് ബിഹേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആരത് കൊണ്ട് പറയണേ? സയൻസോ?
വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണത്. ഇൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുട്ടി ഒരു കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും അയ്യോ പ്രിങ്ങു നീ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്തു. കുട്ടി അത് കേട്ടു. 10 വയസ്സായ അല്ലെങ്കിൽ 9 വയസ്സായ കുട്ടിക്ക് അപ്പോഴേക്കും മനസ്സിലായി നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ളത്. ഇതിനൊക്കെ പല സ്റ്റഡിയും മറ്റുള്ളതൊക്കെ ഉണ്ടാവും. ഞാനൊന്ന് പറഞ്ഞു തീർക്കാം. അങ്ങനെയാണോ കുട്ടികൾ വർക്ക് ചെയ്യണത്? അങ്ങനെയാണോ സമൂഹം വർക്ക് ചെയ്യണത്? അല്ലല്ലോ. ഈ 10-18 വയസ്സ് വരെ അപ്പനും അമ്മയും അയ്യോ മോളെ ഒരു കുഴപ്പമില്ല കേട്ടോ എന്നാണ് 18 വയസ്സ് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറം ലോകം എങ്ങനെ ഇരിക്കണേ? പുറം ലോകത്ത് കാണുന്ന മാനേജേഴ്സ്, ഓൺട്രപ്രനേഴ്സ്, CEOs, they always angry. They put a timeline. They put a target. They cannot achieve that. പരീക്ഷകൾ they can't handle it. പുറത്ത് കാണുന്ന രാഷ്ട്രീയക്കാർ, മതം, സമൂഹം എല്ലാം ഏത് സമയത്തും ആംഗ്രി ഉള്ളവരാണ്. ഈ ആംഗ്രി വീട്ടിൽ നിന്ന് തന്നെ കണ്ടിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ എന്തെങ്കിലും കേട്ടു എന്ന് പറയുമ്പോഴേക്കും അപ്പം ആത്മഹത്യ. വളരെ മാന്യമായിട്ട് ബിഹേവ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും കുഞ്ഞ് ശരിയായിട്ടൊക്കെ വരാം. ഇത് നമ്മുടെ ഒരു ട്രയൽ ആൻഡ് എററാണ്. ചിലപ്പോൾ ട്രോമയാവാം, ചിലപ്പോൾ അതിന് സക്സീഡ് ആവാം. ഞാൻ അതിന് സക്സീഡായ ഒരാളാണ്. സോ ഐ സ്റ്റിൽ ബിലീവ് എൻ്റെ മകൾക്കും ആ ഒരു ജീനോം ഉണ്ടായിരിക്കാം. അവളും അങ്ങനെ സക്സീഡ് ആവട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അപ്പനൊക്കെ നല്ല രീതിയിൽ എന്നെ റോട്ടിലൊക്കെ ഇട്ട് അടിച്ച് വലിച്ചിട്ടുള്ള ഒരാളാണ്. പബ്ലിക്കിൻ്റെ മുന്നിൽ എൻ്റെ എന്നെ അപ്പൻ അടിക്കുന്ന സമയത്ത് എൻ്റെ വീടിന് ചുറ്റും ആൾക്കാർ നിന്ന് നോക്കും. എന്തിന് പറഞ്ഞു 10, 25, 28 വയസ്സ് വരെ എന്നെ തല്ലിയിട്ടുണ്ട് എൻ്റെ അപ്പൻ. എന്തിനാ അത്രയ്ക്ക് സുഖമായിട്ടുണ്ടെന്നാണ് ആൾക്കാർ ചോദിക്കുക. അല്ല ആ വാസ് എ ഗുഡ് ബോയ് ആക്ച്വലി. എന്നെ തല്ലിയിട്ടുള്ള എന്തിനാണെന്ന് എനിക്കിപ്പോഴും പലപ്പോഴും മനസ്സിലായില്ല. 1-2 കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ബാക്കി പുള്ളിക്ക് ദേഷ്യം വരുമ്പോൾ എന്നെ പിടിച്ചല്ലോ. അതുകൊണ്ട് എനിക്ക് അപ്പനോട് ദേഷ്യമൊന്നുമില്ല. അതല്ല ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടി കിട്ടി പബ്ലിക്കിൽ തെറിയും കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പോയില്ല. ഇന്ന് എന്നെ പബ്ലിക്കിൽ ഒരാൾ നിന്ന് ഹരാസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യേണ്ടതെന്ന് നാളെ ഞാൻ പോയിട്ട് ആത്മഹത്യക്ക് ഒന്നും പോവില്ല. ഐ സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, സ്റ്റാൻഡ് ടോൾ. അത് സമൂഹത്തിൽ എന്ന്. അപ്പോൾ പല ആളുകൾക്കും ചില ആളുകൾക്ക് അത് ട്രോമയായിട്ട് അവർ ചിലപ്പോൾ വേറെ രീതിയിൽ അതിനെ കാണാൻ പറ്റും. പ്രിങ്ങും അങ്ങനെ കാണില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പബ്ലിക്കിൽ ഇതെന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നു? നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു സാധനം ഫാമിലിയിൽ നടക്കുന്നത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഫാമിലി എന്താ വിചാരിച്ചത്? എല്ലാ ദിവസവും നല്ല പൂക്കളൊക്കെ ഇട്ട് വിരിച്ച് ഇങ്ങനെ താമര വൃഷ്ടി നടക്കുന്ന കുടുംബമാണോ? അല്ല. കുടുംബത്തിൽ ഭാര്യയായിട്ട് വഴക്കുണ്ടാവും, ഭർത്താവായിട്ട് വഴക്കുണ്ടാവും, കുട്ടികളായിട്ട് വഴക്കുണ്ടാവും. ഇതാണ് കുടുംബം അല്ലേ? നിങ്ങൾക്കറിയില്ലേ? വേറെ എന്താ കാണിക്കുന്നത്? പ്രിങ്ങു അത് പറഞ്ഞു വെച്ചാൽ 2 ചെറിയ രണ്ടെണ്ണം കൊടുത്തിട്ട് പ്രിങ്ങുവിനെ നേരെ നിർത്തിയിട്ട് പ്രിങ്ങു നീ എന്താ അങ്ങനെ ചോദിച്ചേ? അങ്ങനെ ചോദിക്കാൻ എനിക്കറിയില്ല, ഞാട്ട് പഠിച്ചിട്ടുമില്ല. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡും ഇതൊക്കെ യു പ്രൊവൈഡ്. നമുക്ക് അതിനുള്ള ഒഴിവില്ല. 1. 2 കുട്ടികൾ തന്നെ ഫസിയാക്കാൻ ഉദ്ദേശമില്ല. ഇവിടെ നമ്മൾ കൃത്യമായിട്ടൊരു ഭക്ഷണം 3 നേരം സെർവ് ചെയ്യുന്നുണ്ട്. 95% ഇവിടെയുള്ള ഭക്ഷണത്തിൽ ഒരു മാറ്റവും ഇല്ല. 5% അവർക്ക് പ്രിവിലേജ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് പ്രിവിലേജ്? പ്രിവിലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് ആകുമ്പോൾ ടേക്ക് അവേസും ഒരു പിസ്സയും പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് ഐസ്ക്രീമും ഇതൊക്കെ ഉണ്ട്. ബാക്കി മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ മോസ്റ്റ്ലി 95% ഓഫ് ഫുഡും ഇവിടെ വീട്ടിൽ കുക്ക് ചെയ്ത് എന്താണോ കുക്ക് ചെയ്ത് അത് കഴിക്കുക എന്നുള്ളതാണ്. ആ കഴിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഇപ്പോൾ ബോട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാതിൽ തുറന്നു വരുമ്പോൾ ചോദിക്കും, ഇപ്പോഴും ചോദിക്കും, ഡാഡേന്ന് പോട്ടിയാ എൻ്റെ കുട്ടിക്ക് വേണ്ടേ? ആ കഴിക്കാം. വേണ്ടെന്ന് പറഞ്ഞാൽ പോയി കിടന്നുറങ്ങണം. 5-ാം വയസ്സിൽ കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകണം എന്നോട് പറഞ്ഞു, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട മുട്ടയാണെങ്കിൽ എന്ന് പറഞ്ഞു. 1.5 മാസം കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സ്കൂളിലേക്ക് പോയി. ന്യൂസിലാൻഡിൽ ചോദിക്കുന്നില്ല നീ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോ കൊടുത്തില്ലേ എന്ന് മാത്രമേ ചോദിക്കൂ. ഞാൻ പറയും എന്തെന്ന്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓഫർ ചെയ്തു, ഷീ ചോസ് നോട്ട് ടു ഈറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ഷീ വെൻ ടു സ്കൂൾ, ലഞ്ച് ഉണ്ടായിരുന്നു കയ്യിൽ. 1.5 മാസം കഴിഞ്ഞ് തിരിച്ചു വന്ന കുഞ്ഞ് ഒരു ദിവസം രാവിലെ, അപ്പോൾ ഞാൻ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പിന്നെ കൂടെ നടന്നു എന്ന് പറഞ്ഞ്, ഡാഡേ ക്യാൻ ഐ ഹാവ് എൻ എഗ് പ്ലീസ്? യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ ഹാവ് എൻ എഗ്. അങ്ങനെ 1.5 മാസം, അതായത് 5 വയസ്സും 1.5 മാസവും കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ കൃത്യമായിട്ട് പ്രിങ്ങപ്പൻ ഒരു ഇതുപോലും മുടക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ദാറ്റ്സ് കോൾഡ് ടഫ് ലവ്. പ്രിങ്ങുവിനെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇഷ്ടമല്ല. ഏത് കുട്ടിക്ക് ഇഷ്ടം എക്സസൈസ് ചെയ്യാൻ? ഇഷ്ടമല്ല. പക്ഷേ 9 കൊല്ലം കൃത്യമായിട്ട് അവൾ എക്സസൈസ് ചെയ്തതിൻ്റെ ഗുണം അവൾക്കുണ്ട്. പ്രിങ്ങുവിന് രാവിലെ കോൾഡ് ഷവറാണ്. 16 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ന്യൂസിലാൻഡ് വാട്ടറിൻ്റെ തണുപ്പ് എന്ന് പറയുന്നത്. തണുത്ത വെള്ളത്തിൽ കുളിക്കണം. വൈ? റെസീലിയൻസ്. നിങ്ങൾ സ്ട്രോങ് ആവും, യു ഗെറ്റ് സ്ട്രോങ്.
സയൻസ് ഒന്നും നിങ്ങൾ എടുക്കണ്ട. എങ്ങനെയാണ് നിങ്ങൾ സ്ട്രോങ് ആകുന്നത്? എല്ലാ ദിവസവും രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ യു മെൻ്റലി ഗെറ്റ് ഫിറ്റ്. ഐ ടേക്ക് ഷവർ, കോൾഡ് ഷവർ എവറി ഡേ മോർണിംഗ്. ചില ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ദാറ്റ് ഈസ് ദ വേ യു ആക്ച്വലി ഇംപ്രൂവ് യുവർ റെസിസ്റ്റൻസ്. ഒരു അച്ഛനും അമ്മയ്ക്ക് എന്തോരം വിഷമമുണ്ടെന്ന്, ഒരു അച്ഛനും എന്തോരം വിഷമമുണ്ടെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ അച്ഛനും അമ്മയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അതത്ര എളുപ്പമല്ല. ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ? കുട്ടി ചോദിക്കുന്നത് കൊടുക്കുക എന്നുള്ള. രാവിലെ പുട്ട വേണ്ട, പുട്ട കൊടുത്ത പരിപാടി കഴിഞ്ഞു. കുട്ടി എക്സസൈസ് ചെയ്യണ്ട. ഷർട്ട് തേക്കണ്ട. ഷർട്ട് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാൻ 3 മിനിറ്റ് മതി. 30 മിനിറ്റും തെറിയും തേപ്പും തലവേനയും കഴിഞ്ഞാലേ ഷർട്ട് തയ്ക്കാൻ പഠിപ്പിക്കാൻ പറ്റൂ. എന്ത് പാടുപെട്ടിട്ടാ. 1.5 മാസം എടുത്തു ഷർട്ട് തയ്ക്കാൻ പഠിപ്പിക്കാൻ കുട്ടീനെ. എക്സസൈസ് ചെയ്യിപ്പിക്കാൻ 9 കൊല്ലം കൂടെ നമ്മൾ ഇന്നും കൂടെ ഇരുന്നിട്ട് വർക്കൗട്ട് ചെയ്യണം. എന്നാലേ അവർ ചെയ്യൂ. എളുപ്പം ഇക്ക് പറഞ്ഞിരുന്ന പോരെ. Come on, lock it in, honey. Ah! Why? You can do it. Never give up. ഒരു ചോക്ലേറ്റ് ചോദിക്കുമ്പോൾ ചോക്ലേറ്റ് വേണ്ട എന്ന് പറഞ്ഞാണ് അച്ഛന് ഏറ്റവും ബുദ്ധിമുട്ട്. ഇന്നിപ്പോൾ ഒരു ചോക്ലേറ്റ് മേടിക്കാൻ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനല്ല ഞാൻ. എൻ്റെ അപ്പനൊക്കെയുള്ള കാലത്ത് അത് മേടിക്കാൻ കാശുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കായിരുന്നു. ഇന്ന് ആ ബുദ്ധിമുട്ടില്ല. ആ ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യത്തിൽ ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കാത്തതാണ് ഏറ്റവും കൂടുതൽ വിഷമം. നമ്മുടെ ഹൃദയം തേങ്ങുന്നുണ്ട്, വിഷമമുണ്ട്. എനിക്കും കോളിലേക്കൊക്കെ ഉണ്ട്. ബട്ട് ദ വേൾഡ് പുറത്തുള്ളത് അത്ര സുഖകരമായ വേൾഡല്ല. ടഫസ്റ്റ് വേൾഡാണ് ഇവരൊക്കെ നാളെ ഫേസ് ചെയ്യാൻ പോകുന്നത്. വെരി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലൈഫായിരിക്കും. ആൻഡ് യു നീഡ് ടു ബി വെരി ടഫ് ഔട്ട് ദിയർ. സോ ലേൺ ദ ടഫ് ലൈഫ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനാണ് ആ ലാസ്റ്റ് ഹിൻറ്റ്. അല്ലാതെ ദർ ഇസ് നോ ഡിസ്റെസ്പെക്റ്റ്. ഷീ നോസ് വെരി വെൽ. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു, ഇതൊക്കെ വന്നിരുന്നു. ആ കമൻറ്റിനൊന്നും എനിക്ക് എതിരഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങളോടൊരു എന്താ പറയുക, നിങ്ങൾ ആ കമൻറ്റ് ഇട്ടതിൽ നിങ്ങൾക്കൊരു തെറ്റുണ്ടെന്നും ഞാൻ പറയണില്ല കേട്ടോ. ഈ വീട്ടിലെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസും ഇവിടുത്തെ ഒരു സിസ്റ്റത്തിനെതിരെ അവൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ കുട്ടികൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. കുട്ടികൾക്ക് പിന്നാലെ അച്ഛനമ്മമാർ ഓടി നടക്കുന്നു, അതും ഒരു ഭക്ഷണം കൊടുക്കാനായിട്ട്. ഞങ്ങളിപ്പോൾ സൗത്ത് ആഫ്രിക്കൻ സീരീസ് തുടങ്ങുകയാണ്. സൗത്ത് ആഫ്രിക്കയിൽ പോയ ഒരു കഥയും കൂടിയും പറഞ്ഞിട്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യാം. സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഒരു ഇംബാലേനെ ഉന്നം തെറ്റി വെടിവെച്ച്, കുറേ ആൾക്കാർ പുതുതായിട്ട് വെടിവെക്കാൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഉന്നം തെറ്റി വെടിവെച്ച ഇംബാലയുടെ വയറിൻ്റെ ഉള്ളിൽ കൂടെ വെടി തള്ളിപ്പോയിട്ട് ആ വയറ് മുഴുവൻ ശിഥിലീകരിച്ച് പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരാളാണ് അതിനെ നമുക്ക് ബുച്ചർ ചെയ്ത് തരുന്നത്. ഈ തകർന്ന് തരിപ്പണായിട്ടുള്ള പണ്ടമെല്ലാം ഒരു ബക്കറ്റിൽ കളക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചോദിച്ചു, ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകണേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാനാണ് എന്ന്. ഒരു ലിവർ കഴിക്കില്ല, ഒരു ലങ്സ് കഴിക്കില്ല, ഒരു പാൻക്രിയാസ് കഴിക്കില്ല. അങ്ങനെ തകർന്ന് ചീഞ്ഞ് മണമുള്ള ഈ വയറ്, കാരണം ഈ വയറ് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര മണമാണേ. ഇത് ബക്കറ്റിലേക്ക് കൊണ്ടുപോയിട്ട് വളരെ സന്തോഷത്തോടെ തൻ്റെ ഫാമിലിക്ക് കൊടുക്കുന്ന അച്ഛൻ എന്താ അങ്ങനെ ചെയ്യണമെന്നറിയോ? ആഫ്രിക്കൻ കൺട്രീസിലെ പോവർട്ടി, ദർ ഈസ് നോ ഫുഡ്. ഇഫ് ദർ ഈസ് നോ ഫുഡ്, ദേ റെസ്പെക്റ്റ് എനി സോർട്ട് ഓഫ് ഫുഡ്. ദേ ഈറ്റ് എവറിത്തിങ്. ഒന്ന് ആഫ്രിക്കൻ ഹിസ്റ്ററി അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ഹിസ്റ്ററി അല്ലെങ്കിൽ എനി ആഫ്രിക്കൻ കൺട്രീസ് ഹിസ്റ്ററി ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയൊക്കെ. അടുത്ത വീഡിയോ മുതൽ നമുക്ക് ആഫ്രിക്കൻ ഹണ്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാൻ. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ ബും പാ.